ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, നെല്ലിശ്ശേരി പിടിച്ചെടുക്കാൻ 7 കൊല്ലം നിന്റെ ഭർത്താവിനെ പൂട്ടിടാൻ സഹായിച്ചത് ഞാനല്ലേ? എന്തിനായിരുന്നു ഞാനതെല്ലാം ചെയ്തതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതെല്ലാം ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിച്ചതാ. മൂർത്തി, നീയും അമ്മാവന്റെ വാക്ക് കേട്ടെന്നെ ചതിച്ചല്ലേ? ഞാനിവിടുന്ന് എഴുന്നേറ്റല്ലുണ്ടല്ലോ, എല്ലാത്തിനും അടിച്ച് പുറത്താക്കും. അങ്ങനെ എഴുന്നേൽക്കാതിരിക്കാനല്ലേ ഈ കെട്ടൊക്കെ കെട്ടിയിരിക്കുന്നത്. പുറത്തുനിന്ന് ആരും നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരില്ല. അഥവാ വന്നാൽ തന്നെ ഞങ്ങൾ കാണാൻ സമ്മതിക്കുകയില്ല. ആരെങ്കിലും ചോദിച്ചാൽ മോള് വല്ല ദുബായിലേക്കോ യൂറോപ്പിലേക്കോ ബിസിനസ് ടൂർ പോയിരിക്കുകയാണെന്ന് പറയും. അല്ല, അങ്ങനെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. ഞങ്ങളെ ആരും സംശയിക്കുകയില്ല. ഇനി ഇവളെയും മുറിയിൽ ഇറങ്ങാതെ ഞാൻ നോയിക്കോളാം സാറേ. നിന്നെ ഞാൻ മിണ്ടാതെ അടങ്ങി കിടക്കടേ. എന്നെ അഴിച്ചു വിടാൻ. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ബഹളം വെക്കല്ലേ മോളെ. ഞാൻ നിന്റെ അമ്മാവനല്ലേ? നിനക്കുള്ളതെല്ലാം ഈ അമ്മാവനും കൂടി ഉള്ളതല്ലേ മോളെ? നിങ്ങളെ ഞാൻ ഒറ്റ ഒരെണ്ണത്തിന് വെറുതെ വിടില്ല. അങ്ങനെയൊന്നും പറയില്ലേ മോളെ. അമ്മാൻ എന്ത് വിഷമാവും. സേതുമാധവനെ ചതിച്ച് നീ സ്വന്തമാക്കിയ സ്വത്തുക്കളുടെ ഡോക്യുമെന്റ്സ് ആണ് ഇതെല്ലാം. ഇപ്പോൾ ഇതെല്ലാം ഈ അമ്മാവന്റെ കയ്യിലാ. എന്നെ അഴിച്ചു വിടാൻ. നിന്നെ കൊല്ലണോന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എന്ന് കരുതി കൊല്ലണ്ടാന്ന് ഇതുവരെ സാറ് പറഞ്ഞിട്ടുമില്ല. നല്ല രുചിയോടെ നീ ആ പായസം വാങ്ങി കുടിച്ചപ്പോ ഞങ്ങളെല്ലാം അത് കണ്ട് രസിച്ചു. പക്ഷെ അതിനകത്ത് മയക്കുമരുന്ന് കലർത്തിയതാണെന്ന് നീ അറിഞ്ഞില്ല. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിയുള്ള നിനക്ക് ഇങ്ങനൊരു ചതിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അതെങ്ങനെ ചിന്തിക്കും? ഈ അമ്മാവനോടെ വിശ്വസ്തനല്ലേ? പക്ഷേ എന്നെയും നിനക്ക് വിശ്വാസമില്ലാതെ വന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതൊക്കെ നീ ഒറ്റയ്ക്ക് സ്വന്തമാക്കിയാൽ അമ്മാവന് വിഷമാവില്ലേ? അമ്മാവനെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി മോളെ? ശരിയാക്കും. ഒരു കാര്യം ചെയ്യാം, ഒരു ഡോസ് കൂടി കൊടുത്തേക്ക്. ഇല്ലെങ്കിലേ ഇവളിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. മൂർത്തി, വേണ്ട അവിടെ കിടക്കടി.